ഇപ്പോൾ റജി കൂടി ചേരുകയാണ്, കോൺഗ്രസ് നിരീക്ഷകൻ. റജി, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് MLA-മാരുടെ അഭിപ്രായം നിർണായകമാണ്. ഇവിടെ ഇന്ന് കേന്ദ്ര നിരീക്ഷകർ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തി. 46 പേരുടെ പിന്തുണ KC വേണുഗോപാലിനാണ്. അതേസമയം VD സതീശനാകട്ടെ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു. മറ്റ് സാമൂഹിക സംഘടനകളെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. രമേശ് ചെന്നിത്തലയാകട്ടെ ഈ പറയുന്നത് പോലെ കേരളത്തിലെ ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ 3 ക്ലെയിം നിൽക്കുകയാണ്. ഇതിപ്പോൾ ഏത് ക്ലെയിമാണ് അംഗീകരിക്കപ്പെടുക? ആർക്കാണ് ഇതിൻ്റെ അകത്ത് നറുക്ക് വീഴുക? റജി, നോക്കൂ ഷമി, ഇത് കോൺഗ്രസിന്റെ ഒരു രീതിയുണ്ട്. എല്ലാ കാലങ്ങളിലും കോൺഗ്രസിന്റെ CLP ലീഡറെ, ലെജിസ്ലേച്ചർ പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് വ്യക്തമായ ഒരു സംവിധാനമുണ്ട്. അതിന്റെ ഭാഗമായി ഹൈക്കമാൻഡിന്റെ 2 പ്രതിനിധികളെ കേരളത്തിലേക്ക് അയച്ചു. അവർ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായി ആശയവിനിമയം നടത്തി. അതിന്റെ മുന്നോടിയായി തന്നെ CLP യോഗം ചേരുകയും അവർ തീരുമാനം ഹൈക്കമാൻഡിന് വിടുകയും ചെയ്തിരിക്കുന്നു. ഇനി ഇതിന്റെ തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡിൽ നിന്നാണ്. ഒരു കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ആലോചിച്ച് എല്ലാ നേതാക്കളുമായി ആശയവിനിമയം നടത്തി ഒരു ജനാധിപത്യ പാർട്ടിക്ക് ഉചിതമായ രീതിയിൽ, അവർക്ക് ചേരുന്ന രീതിയിൽ, അതിന്റെ പാരമ്പര്യം അനുസരിച്ച്, സംവിധാനം അനുസരിച്ച് അവർ റിപ്പോർട്ട് നൽകുകയും ഈ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ റിപ്പോർട്ട് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നേതാവിനെ, കേരളത്തിൽ ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കൃത്യമായ നിർദ്ദേശം ലഭിക്കുകയും നേതാവിന്റെ പേര് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ആരംഭിക്കുകയാണ്. അത് ഒരു അപസ്വരങ്ങളുമില്ലാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഔട്ട്കം ഉടനെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും കേരളത്തിലെ ജനവിഭാഗവും എന്നാണ് നമുക്കിപ്പോൾ ഇതിനെ കാണേണ്ടത്. ഈ പാർലമെന്ററി പാർട്ടി യോഗം, അതായത് അതിൻ്റെ ഭൂരിപക്ഷം, ആ ഒരു ഭൂരിപക്ഷം KC വേണുഗോപാലിനാണ് എന്ന്, അത് സാധാ ഭൂരിപക്ഷമല്ല. ഏതാണ്ട് 63 പേരിൽ 46 പേരുടെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്ന വസ്തുത നിലനിൽക്കെ അതിനെ മറികടന്നുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് ജനാധിപത്യപരമായി ശരിയാണ്? ഇപ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗും അതുപോലെ തന്നെ കേരള കോൺഗ്രസും ഒക്കെ VD സതീശനെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതേസമയം അതിൻ്റെ മറുവശം എന്ന പോലെ NSSും SNDPയും ഒരു കാരണവശാലും VD സതീശന് പിന്തുണ നൽകില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. അപ്പോൾ 2 ഭാഗങ്ങളായി തീരുകയാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ. അവിടെ ഏതെങ്കിലും ഒരു പക്ഷത്തെ പൂർണ്ണമായും കൈയൊഴിഞ്ഞുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് പോകാൻ കഴിയുമോ? ഇപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും NSS SNDP ഒന്നും കോൺഗ്രസിനെ പിന്തുണച്ചില്ല എന്ന യാഥാർത്ഥ്യം, എന്നിട്ടും വലിയ വിജയം നേടാൻ കോൺഗ്രസിനും UDFനും കഴിഞ്ഞു എന്ന വസ്തുത നിലനിൽക്കുന്നു. പക്ഷേ അതുകൊണ്ട് ഈ പറയുന്ന സമുദായ സംഘടനകളുടെ അഭിപ്രായങ്ങളെ തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയുമോ? നോക്കൂ, ഈ പുറത്തു വരുന്ന വാർത്തകളൊക്കെ അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള വാർത്തകളുമൊക്കെയാണ്. യഥാർത്ഥത്തിലുള്ള വസ്തുത ഇതൊന്നും ആയിരിക്കില്ല. കാരണം അത് ഉത്തരവാദിത്വപ്പെട്ട നേതാക്കളാണ് അത് സംബന്ധിച്ച് പറയേണ്ടത്. ഇപ്പോ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചായാലും MLA-മാരുടെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളതിനെ കുറിച്ചും അവർ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളുമായി നടത്തിയ ആശയവിനിമയങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഉള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നത് അത് യാഥാർത്ഥ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് കൃത്യമായ ഒരു വിവര വാർത്ത അതിന്റെ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രചരിക്കുന്നതാണ് എന്ന് നമുക്ക് കരുതാനാവില്ല. ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. കോൺഗ്രസിന്റെ അതിന്റെ നിയതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി അതിന്റെ പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് യുക്തമായിട്ടുള്ള നേതാവിനെ പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്വം ഹൈക്കമാൻഡിന് നൽകിക്കൊണ്ട് CLP ഇന്ന് യോഗം ചേർന്ന് പ്രമേയം പാസാക്കി, ഐക്യകണ്ഠ്യേന പ്രമേയം പാസാക്കിയിരിക്കുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ന ജനാധിപത്യ പാർട്ടി എല്ലാ വിഭാഗങ്ങളെയും, എല്ലാ സമുദായ അല്ലെങ്കിൽ എല്ലാ വിഭാഗം മനുഷ്യരെയും അവരുടെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, കേരളത്തിന്റെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഏറ്റവും കഴിവുള്ള നേതാവിനെ തെരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു അറിയുന്ന വാർത്തകൾക്ക് അല്ല പ്രാധാന്യം നൽകേണ്ടത്, മറിച്ച് സുതാര്യമായി നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി അതിന്റെ ഔട്ട്കം ഇനി എന്തായിരിക്കണം എന്നുള്ള
ഒരു തീരുമാനം, അതായത് ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന ഒരു തീരുമാനത്തെയാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അത് കഴിയുമ്പോൾ വ്യക്തതയോടുകൂടി ഒരു തീരുമാനം പുറത്തു വരും. അതിനിടയ്ക്ക് നടക്കുന്നത് ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ചില ചർച്ചകളും കൂടിയാലോചനകളും ആശയവിനിമയങ്ങളും ഒക്കെയാണ്. അതിന്റെ കൃത്യതയോടെ നടക്കുകയാണ്. ഇത് ഏതെങ്കിലും സമുദായ സംഘടനകളുമായിട്ട് ഇതിനെ ഏതെങ്കിലും ബന്ധം കൽപ്പിക്കുകയോ അല്ലെങ്കിൽ മറിച്ച് ഉള്ള ഏതെങ്കിലും ആശയങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ അപക്വമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വസ്തുതയുമായി ചേർന്ന് പോകുന്നതായിരിക്കില്ല ഒരു പക്ഷേ. അപ്പൊ ഇവിടെ കൃത്യതയോടുകൂടി കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് 2011 അതുപോലെ 2001 ഒക്കെയുള്ള നടപടിക്രമങ്ങൾ ഇതേ രീതിയിൽ തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ ഒരു അപസ്വരങ്ങളുമില്ല. നേതാക്കൾ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെന്റേറ്റീവ്സ് ഇന്ന് ചേർന്നു, KPCC ഓഫീസിൽ നിന്ന് വരികയും അവര് അതിന്റെ CLP മീറ്റിംഗ് ചേരുകയും അത് സംബന്ധിച്ച് നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്തം ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ നടക്കുന്ന കൂടിയാലോചനകൾ അതിന്റെ ഒരു ഔട്ട്കം എന്തായിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്താകും എന്നുള്ള ആ ഒരു വിവരത്തിന് വേണ്ടിയാണ് നാം ഇപ്പോൾ കേരളം കാത്തിരിക്കുന്നത്. അതിനിടയിൽ ഏതെങ്കിലും വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുകയോ അല്ലെങ്കിൽ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. റജി, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ ഈ പറയുന്ന പോലെ കേരളത്തിൽ നിന്നുള്ളൊരു നേതാവ് എന്ന നിലയിൽ, AICCയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊരു ക്ലെയിം ഉയർത്തുന്നതിൽ ഒരു ശരികേടില്ലേ? കാരണം ഈ കേരളത്തിൽ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ട് ഈ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഏറ്റെടുത്ത് കോൺഗ്രസിനെയും UDFനെയും മുന്നോട്ട് നയിച്ചത് VD സതീശനാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് കിട്ടി എന്ന് കാണുമ്പോൾ ചാടി വന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കളയാം എന്ന് കരുതുമ്പോൾ അതിനെതിരായി ഒരു പ്രതികരണം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം നേരത്തെ ഹിമന്ത് ബിശ്വ ശർമ്മയുടെയൊക്കെ ഒരു കാര്യം, എങ്ങനെയാണ് ആസാമിലെ കോൺഗ്രസ് നേതാവ് ഹിമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ടത്, അവിടെ BJP എങ്ങനെയാണ് ഇത്രയും ശക്തമായത് എന്നുള്ള കഥകളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ശ്രീ റജി, നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാവിലെ മുതൽ അങ്ങും വാർത്താ മാധ്യമങ്ങൾ വഴി വിവരങ്ങൾ അറിയുന്നുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപസ്വരമോ അല്ലെങ്കിൽ എതിരഭിപ്രായമോ അല്ലെങ്കിൽ ഭിന്നാഭിപ്രായമോ ഇതിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നുണ്ടായതായി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിവുകളുണ്ടോ? അപ്പൊ അത് ഒരു സുതാര്യമായ രീതിയിൽ ജനാധിപത്യ പ്രക്രിയ നടക്കുന്നത് പോലെ വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില് ഏതെങ്കിലും ഒരാൾ അയോഗ്യനാണെന്നോ ഏതെങ്കിലും ഒരാൾ യോഗ്യനാണെന്നോ ഉള്ളതല്ല. കോൺഗ്രസിന്റെ വലിയൊരു തീർച്ചയായും അയോഗ്യതയുടെ പ്രശ്നമില്ല, അതിൽ അയോഗ്യതയുടെ പ്രശ്നമില്ല. പക്ഷെ അതിൽ ഒരു നെറികേട്, ഒരു ധാർമ്മികതയില്ലായ്മ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നിയാൽ അതിൽ കുറ്റം പറയാൻ കഴിയില്ല.